പ്രൈസ് ഗോഡ്. മനോഹരമായ ദൈവവചന ചിന്തകൾ ദാവീദിൻ്റെ പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോവുകയാണ്. 19 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യത്തിൽ കാണുന്ന മനോഹരമായൊരു പ്രാർത്ഥന വാചകം കൂടിയുണ്ട്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. ദൈവത്തെ എൻ്റേതെന്ന് പറയുന്ന ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് ആ ഭക്തൻ കടന്നു വരികയാണ്. ഒരുപക്ഷെ പുതിയ നിയമത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മഹത്വമൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ ഭക്തന് ലഭിച്ച വീണ്ടെടുപ്പിൻ്റെ ഒരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാടിൽ നിന്ന് ഭക്തൻ പറയുന്നു, അങ്ങെൻ്റെ പാറയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വാചകം ഇതാണ്: എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ മറ്റാരും ശ്രദ്ധിക്കാത്ത ഇടങ്ങളിൽ ശ്രദ്ധിക്കും, മറ്റാരും ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിക്കും. പലപ്പോഴും സാധാരണ നമ്മളൊക്കെ നമ്മുടെ ചിന്തകളിൽ അധികം ബോധേഡല്ല. ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്, ഒരുപാട് വാക്കുകൾ നമ്മൾ പറഞ്ഞു വിടാറുണ്ട്. പക്ഷേ ദൈവപ്രസാദത്തിനകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തൻ ഫോക്കസ് ചെയ്യുന്നത് തൻ്റെ ചിന്തകളിലും വാക്കുകളിലുമാണ്. ചിന്തകളും വാക്കുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ചിന്തകൾ തെറ്റിപ്പോയാൽ വാക്ക് തെറ്റും. ബൈബിൾ പറയുന്ന വാക്കുണ്ട്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. നാവ് ചെറിയൊരു അവയവമാണ്, പക്ഷേ അത് വലിയ കാട് കത്തിക്കുന്ന ഒരു തീയാണ്. നമ്മുടെ വാക്കുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. അതിന് സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലൂടെ വരുന്ന ഓരോ ചിന്തകളും ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. എത്രമാത്രം ആഴത്തിൽ ദൈവപ്രസാദത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു ഭക്തൻ എന്തും ചിന്തിച്ചു കൂട്ടി എന്തും പറയുന്ന ഒരു വല്ലാത്ത ലോകത്തായിരിക്കുമ്പോൾ തന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ തൻ്റെ ശക്തി കൊണ്ട് സാധിക്കുന്നില്ലെന്ന് തനിക്ക് തോന്നുന്നത് താൻ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാണ്. കർത്താവേ, എൻ്റെ വാക്കുകൾ അങ്ങേക്കെപ്പോഴും പ്രസാദകരമായിരിക്കണമേ. കർത്താവേ, എൻ്റെ ധ്യാനം അത് അങ്ങേക്കെപ്പോഴും പ്രസാദകരമായിരിക്കുമാറാകണമേ. നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് മറ്റാരും കാണുന്നില്ല. എന്ത് ചിന്തിച്ചാലും നന്നായി നല്ല വാക്കുകൾ കൊണ്ട് അത് പ്രകടിപ്പിക്കാൻ നമുക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും മനുഷ്യൻ്റെ മുമ്പിൽ നമ്മോടുള്ള പ്രസാദത്തെ ബാധിക്കില്ല. പക്ഷേ ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും ദൈവം പ്രസാദിക്കണം. ഈ പ്രാർത്ഥന നമുക്കും ഒരു പ്രാർത്ഥനയാവട്ടെ. ദൈവമേ, എൻ്റെ വായിലെ വാക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.